പ്ലാസ്റ്റിക് ബോട്ടിലും മറ്റും കായ്ക്കുന്ന മരമാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തോന്നും. എന്നാൽ ജന്തുജാലങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളത്. കാരണം നിറയെ ഉണ്ട് പഴുക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളിതുപോലെ നിറയെ ചെയ്തുകൊണ്ടിരിക്കണം. അവർക്ക് ഒരു ബുദ്ധി ഉദിക്കുമ്പോൾ നമുക്ക് രണ്ട് ബുദ്ധി ഉദിക്കണം. അതിനാണല്ലോ നമ്മളെ മനുഷ്യരും അവരെ ജന്തുജാലങ്ങളുമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മളുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതിനെ പ്രതിരോധിച്ച് അവർ നീങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊന്ന് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ മൊത്തം വലട്ട് മൂടിയപ്പോൾ അവർ അതിൻ്റെ ഉള്ളിലൂടെ ചവച്ച് അതിൻ്റെ നീര് കുടിച്ച് ചണ്ടി വലയിലേക്ക് തുപ്പിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തു നോക്കിയപ്പോഴാണ് അപ്പോൾ അതിൻ്റെ വിജയം കണ്ടത്. അപ്പോൾ ഇത് 1ഉം 2ഉം ഒക്കെ ആകുമ്പോൾ നമുക്ക് പ്രയാസമില്ല, 1ഓ 2ഓ ബോട്ടിൽ വെച്ച് കൊടുത്താൽ മതി. എന്നാൽ ഇത് കൂടുതൽ പഴുത്ത് കാണുമ്പോൾ നമ്മൾ ബോട്ടിൽ തേടി നടക്കണം. അപ്പോൾ ഏതൊക്കെ തരം ബോട്ടിലാണ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾക്കിങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ കാരണം ഇതാണ് ഇതിൻ്റെ അവസ്ഥ. നമ്മൾ ഒന്ന് പഴുക്കട്ടെ ഒന്ന് ആവട്ടെ എന്ന് കരുതി നിൽക്കുമ്പോഴേക്കും അത് അവർ കഴിച്ചിട്ടുണ്ടാവും. ഇത് ഒരിക്കലും ആയിട്ടില്ല. ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വലിപ്പമൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് വന്നപ്പോഴാണ് ഒന്നും കൂടി ആയിട്ട് ബോട്ടിലിടാം എന്ന് കരുതിയപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ തിന്ന് നശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ജോലി ഇതായിരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാം. 2 ബോട്ടിൽ നമുക്ക് ഒരു ബോട്ടിൽ 2 എണ്ണം സെറ്റ് ചെയ്യാൻ വേണ്ടിയില്ല. ഇതുപോലുള്ള ബോട്ടിലുണ്ടെങ്കിൽ ഏറ്റവും സുഖമാണ്. നമ്മൾ ആദ്യം ഇതുപോലുള്ള ബോട്ടിലാണ് എടുത്തിരുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ ധാരാളം ബോട്ടിലുകൾ കിട്ടും വെള്ളത്തിൻ്റെ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ബോട്ടിൽ 1, 2, 3 അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് പാകമാവുന്നത് വരെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നിവൃത്തി ഉണ്ടാവില്ല. ഇനി ഇവർ ഇതിനെ മറികടക്കുമ്പോൾ നമ്മൾ മറ്റൊന്നിനെ മറികടക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് കാണിക്കാം എന്ന് കരുതിയിട്ടാണ് നമ്മളിത് വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പേ നമ്മൾ 1ഉം 2ഉം ഒക്കെ ആയിട്ട് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം മൂത്ത് പഴുത്തപ്പോൾ നമ്മളിത് ചെയ്ത് കാണിച്ചതാണ്. അവർക്ക് ഇഷ്ടമുള്ള പഴത്തിലേക്ക് അവർ പ്രത്യേകമായിട്ട് പഴുത്തോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കുറച്ച് ബാക്കിലാണെങ്കിലും അവരായിരിക്കും പെട്ടെന്ന് പഴുത്തതൊക്കെ കണ്ടുപിടിച്ച് കളക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ അവരൊന്ന് പ്രതിരോധിച്ച് നിർത്തിയതാണ്. അപ്പോൾ അവർക്ക് ഈ അത്തിപ്പഴം, പേരയ്ക്ക അങ്ങനെയുള്ളതിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം. എന്നാൽ താല്പര്യം ഉണ്ടായിട്ടാണോ ഇല്ലായിട്ടാണോ എന്നറിയില്ല, പേടിച്ചിട്ടാണോ എന്നറിയില്ല. ഡ്രാഗൺ ഫ്രൂട്ടിനെ ഒന്നും ഉപദ്രവിക്കാറില്ല. കാരണം അവർക്ക് ഇതിൻ്റെ അടുത്തേക്ക് വരാൻ ഒരിക്കലും കഴിയുന്നില്ല. അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടും അവർ കഴിക്കും. അതേപോലെ തന്നെയാണ് നമ്മളെ റംബുട്ടാൻ. നന്നായിട്ട് കഴിച്ചു പോകും. റംബുട്ടാനും ഇപ്രാവശ്യം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇതൊന്നും വല്ലാതെ കഴിക്കാറില്ല. ഇസ്രായേലിൻ ഓറഞ്ച് അതൊന്നും കൂടുതൽ കഴിക്കാറില്ല. അത്തിപ്പഴം അവിടെ മാത്രമല്ല, നമ്മളിവിടെയൊക്കെ ഡ്രമ്മിൽ 1 മാസം മുന്നേ സെറ്റ് ചെയ്ത് വെച്ചാണ് നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഡ്രാഗൺ ഫ്രൂട്ടിനേക്കാൾ പെട്ടെന്നാണ് ഇതൊക്കെ കായ പിടിക്കുന്നത്. ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. നമ്മളൊരു അത്തിപ്പഴത്തിൻ്റെ, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കൃഷി ആയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ എന്നുള്ള രീതിയിൽ കൃഷിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഏതായാലും ഇതിൻ്റെ കൂടെ നമ്മളെ കായ പിടിച്ച് നിൽക്കുന്ന ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ ഒന്ന് കാണാം. നമ്മളെ റംബുട്ടാനാണ് നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. ഇതിലും അധികം കായ പിടിച്ചിരുന്നു. എന്നാൽ ഒക്കെ കൊഴിഞ്ഞു പോയി. അപ്പോൾ പാകമായിട്ട് വരുന്നുള്ളൂ. ലഗാനാണ്, നല്ല മധുരവും മറ്റുമുള്ള ചുവപ്പ് നിറത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. ആയി വരുന്നേ ഉള്ളൂ. എന്നാലും ജന്തുക്കളെ സന്ദർശനം ഇങ്ങനെയുണ്ട്. എല്ലായിടത്തും ഉണ്ട്, കയ്യെത്തും ദൂരത്തൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മളെ ബനാന സപ്പോട്ട എന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. പക്ഷേ ബനാന സപ്പോട്ട അല്ല, എന്നാൽ മറ്റൊരു വെറൈറ്റിയാണ്. അവർ പറഞ്ഞത് വലുതായി വരുമ്പോൾ നീണ്ടു വരുന്നതാണ്. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും സപ്പോട്ട മറ്റൊരു വെറൈറ്റിയാണ്. നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട്. ബനാന എന്ന് പറഞ്ഞ് പറ്റിക്കേണ്ട ആവശ്യമില്ല. നല്ല ഇനം സപ്പോട്ട എന്ന് പറഞ്ഞ്
സത്യസന്ധമായിട്ട് ചെയ്താൽ മതി, നമ്മളൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ നിറയെ കായ്ച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടറിയാം, നല്ല രീതിയിൽ കായ പിടിച്ചു. പിന്നെ നമ്മുടെ കിലോ പേരയാണ്, നിറയെ കായ്ക്കുന്നുണ്ട്. പലരും ഇതിൻ്റെ തൈകൾ കൊണ്ടുപോയിട്ടുണ്ട്, ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പലതവണ കാണിച്ചതാണ്. പിന്നെ ഇത് നമ്മളെ സ്റ്റാർ ഫ്രൂട്ടാണ്. നിറയെ കായ്ച്ചിട്ടില്ല, എന്തോ അറിയില്ല. ഇത് ടെറസിൻ്റെ മേലെ ആയിരിക്കുമ്പോൾ നന്നായിട്ട് പൂത്ത് കായ്ച്ചിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ ഒരു കൊമ്പിൽ മാത്രം ഇങ്ങനെ കായുണ്ട്. എന്നാൽ നന്നായിട്ട് വളർന്നിട്ടുണ്ട് താഴേക്ക് കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ ഇനിയും നമ്മുടെ തോട്ടത്തിൽ നിറയെ ഫ്രൂട്ട് പ്ലാന്റുകളുണ്ട്. പക്ഷേ കായ പിടിച്ചത് മാത്രമേ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളൂ. ഇത് ചോക്ലേറ്റ് സപ്പോർട്ടയാണ്, ബ്ലാക്ക് സപ്പോർട്ടാന്ന് പറയും. പിന്നെ മാതളുണ്ട്, ലോങ്ങനുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുമ്പോൾ ഒരു കായ പിടിച്ച രീതിയിലൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഗെറ്റപ്പ് ഉണ്ടാവുക. അപ്പോൾ എല്ലാം കായ പിടിച്ചിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നിപ്പോൾ അത്തിപ്പഴത്തിനെ പ്രതിരോധിക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ഫ്രൂട്ടുകളൊന്ന് കായ പിടിച്ചൊക്കെ ഒന്ന് കാണിച്ചതാണ്.